ചെയ്തിരിക്കുന്നത് ആവിയിലിട്ടൊരു സ്നാക്ക്, ഉണ്ടാക്കിയൊരു സ്നാക്ക്. ആവിയിൽ സ്നാക്ക്. അപ്പൊ ഈ എപ്പിസോഡ് അയച്ചു കാണുക. ഇതൊരു ചെറിയ സ്റ്റീൽ കുക്കറാണ്. ഇതിൽ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ സ്വല്പം ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് അത് തിളപ്പിക്കണം. അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി. നമ്മൾ പത്തിരിക്കുള്ള കുഴ വെക്കാൻ പോവാണ്. അപ്പൊ അതിന് നല്ല തിളച്ചു വരുന്ന സമയത്ത് ഒന്ന് ചൂട് കുറച്ച ശേഷം ഈ പൊടി അതിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് നിൽക്കാതെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ വെള്ളത്തിന്റെ ഒരു അംശമൊക്കെ ആയി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് പുറത്ത് വെക്കുക. എപ്പോഴുള്ള അടുപ്പ് ഓഫാക്കാൻ പറ്റുക. ഇപ്പൊ അതിന്റെ വിസില് ഊരി വെക്കുക. കുക്കറിന്റെ അടപ്പിന്റെ മുകളിൽ നിന്ന് വിസില് ഊരി വെച്ചിട്ട് ഇത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അടപ്പിൽ കംപ്ലീറ്റ് ഇതൊന്നും നല്ല ഉഷാറായിട്ട് നമുക്ക് കുഴച്ച് റെഡിയാക്കി കിട്ടും. ഇത് നമ്മളെ സമൂസ മസാല ഉണ്ടാക്കി വെച്ചാണ് ഞാൻ. ഇത് ചിക്കൻ്റെ ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ടൊമാറ്റോ സോസ് അതിലേക്ക് ഒഴിച്ചു വെച്ചാണ്. സമൂസ മസാല പൊട്ടറ്റോ ഒന്നും ഇല്ലാത്തതാണ്. ബീഫും ചിക്കനും ഉള്ളിയും ഇലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ്. ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പൊടി വാട്ടിയത് കുക്കറിന്ന് പുറത്തേക്ക് എടുക്കാൻ പോകണം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ കൈ ചൂടോ ഒന്നും ആവുന്നില്ല, പൊള്ളൊന്നുമില്ല അത് കുഴക്കുന്ന സമയത്ത്. അപ്പൊ അതിനെ കുഴച്ച് നേരെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു ഹാഫാക്കി മുറിച്ച് വീണ്ടും ഒരു ഹാഫാക്കി മുറിച്ച് വീണ്ടും ഒരു ഹാഫാക്കി മുറിച്ച് അങ്ങനെ 4 പീസാക്കിയിട്ട് ഇതിനെ ഞാൻ ഇനി ഉരുളാക്കി വെക്കാണ്. നമുക്കിനി PVC പൈപ്പിൽ ഞാനിത് പരത്താൻ പോവാണ്. അതിന്റെ മുമ്പ് ഈ ഒരു ആവി വെക്കുന്ന പാത്രത്തിന് ഉൾഭാഗവും സൈഡും വെളിച്ചെണ്ണ തേച്ച് വെച്ചതാണ്. എന്തായാലും വെളിച്ചെണ്ണ തേക്കാൻ മറക്കരുത്. ഇപ്പൊ ഇത് കംപ്ലീറ്റ് പരത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ ഈ മസാല ഇടാണ്. മസാല ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് വെക്കണം, എൻഡിൽ കുറച്ച് അധികം ഗ്യാപ്പ് വെക്കണം, സൈഡിലും സ്വല്പം ഗ്യാപ്പ് വെക്കണം. മസാല നിങ്ങൾ ഇഷ്ടംപോലുള്ള മസാല ഉണ്ടാക്കുക. അത് നമ്മളെ സമൂസ മസാലയാണ്. വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കന്, വലിയുള്ളി ഒക്കെ കൂടിയിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡിൽ കുറച്ച് വെള്ളം തേക്കൈ അപ്പോൾ ഒന്ന് ഒട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ് നല്ല ടൈറ്റിലായിട്ട് ഉരുട്ടണം. ഈ 2 സൈഡ് ഇതേപോലെ ഗ്യാപ്പ് ഇല്ലാണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് വെള്ളം നല്ലോണം തിളക്കുന്ന സമയത്ത് ഈ ഒരു ആവിപാത്രത്തിൽ എണ്ണ ഒരിക്കലും പുരട്ടാൻ മറക്കരുത്. നിർബന്ധമായിട്ട് എണ്ണ പുരട്ടണം. ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഞാൻ പുറത്തെടുത്തേക്കുന്നു. ചൂടായി കഴിഞ്ഞ ശേഷം അല്ലാണ്ട് ഇത് ഒരിക്കലും ഇത് കട്ട് ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. അപ്പൊ അത് കംപ്ലീറ്റ് പിന്നെ ചൂടാറി കഴിഞ്ഞിരിക്കുന്നു. ഇതങ്ങോട്ട് നിർത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു റോസാപ്പൂവിന്റെ പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇത് കാണാൻ ഇങ്ങനെ എതലായിട്ട് ഇങ്ങനെ. അപ്പൊ ഈ ഒരു സാധനം മുറിച്ച് ഒരു കഷ്ണം കൂടി മുറിച്ച് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കാം. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളുടെ ചാനലുണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.